മഹാദേവൻ. നോക്കൂ, നമ്മുടെ എവറി ഡേ നമ്മുടെ ഓഫീസ് വർക്കിനെ പറ്റി സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഡേ ടു ഡേ ലൈഫിൽ വരുന്ന, ഒഫീഷ്യൽ ലൈഫിൽ വരുന്ന ഇമെയിൽ ആൻസർ ചെയ്യണം, കസ്റ്റമേഴ്സിനെ വിളിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കില്ലേ. സ്ട്രെസ്ഫുൾ ആണ്, പക്ഷെ നിവൃത്തിയില്ലല്ലോ, ഓഫീസ് ലൈഫിൽ ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ ഈ സ്ട്രെസ് ഫീൽ ചെയ്ത് നമ്മൾ പിന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. രാവിലെ ഓഫീസ് ചെന്ന ഉടനെ തന്നെ ഡു നോട്ട് ട്രൈ ടു ഇമ്മീഡിയറ്റ്ലി കോൾ യുവർ കസ്റ്റമർ, ഇമെയിൽ ചെക്ക് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കും. ഒരു 5 മിനിറ്റ് ഒരു കൂളിംഗ് ടൈം കൊടുക്കുക. ഈ 5 മിനിറ്റ് പറ്റുമെങ്കിൽ ഇയർ പീസ് വെച്ചിട്ട് ഒരു പാട്ട് കേട്ട് നോക്കൂ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. എന്നിട്ട് പതുക്കെ സ്ക്രോൾ ചെയ്യുക മൈൻഡിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നിട്ട് സ്റ്റാർട്ട് യുവർ വർക്ക്. സർപ്രൈസിംഗ്ലി യു വിൽ ഫൈൻഡ് അത്ര സ്ട്രെസ്ഫുൾ ആയിരിക്കില്ല. ഈവനിങ് അതിന് ശേഷം നിങ്ങൾ റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പറ്റിയിരിക്കും, അന്ന് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയിരിക്കും. സോ കൺഗ്രാജുലേറ്റ് യുവർ സെൽഫ്. ഓക്കെ, ഈ ഒരു മൈക്രോ ഹാബിറ്റ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. സർപ്രൈസിംഗ്ലി യു വിൽ ഫൈൻഡ് ടു നോ ദാറ്റ് ഈ ഓഫീസ് ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത് വലിയ സ്ട്രെസ് ഒന്നും അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു എവരിവൺ.